ഇൻഷാ അല്ലാഹ് നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ്. നോമ്പിന്റെ പ്രധാനപ്പെട്ട സുന്നത്തുകൾ എല്ലാവർക്കും അറിയാം. ഒന്നാമത്തത് ഇടയത്താഴം കഴിക്കലാണ്. ഇടയത്താഴത്തിന്റെ ഒരു ഹദീസ് ഞാനിവിടെ രാവിലത്തെ ക്ലാസ്സിൽ സംസാരിക്കുകയുണ്ടായി. ഇതിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഇടയത്താഴത്തിന്റെ കാര്യം. ഇടയത്താഴം എന്നുള്ളത് നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതിന്റെ സമയം എന്ന് പറയുന്നത് രാത്രി പകുതിക്ക് ശേഷമാണ്. ഇടയത്താഴം എന്ന നിയത്തോടു കൂടി കഴിക്കുന്ന ഭക്ഷണം തസഹറു റസൂലുള്ളാഹി തആല പഠിപ്പിച്ചത് ഇടയത്താഴം കഴിക്കുക. ഇടയത്താഴം വർക്കത്തിന്റെ ഭക്ഷണം കൂടി. ആ ഇടയത്താഴം കഴിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം ഉണ്ടാകുന്നു, ശക്തി പകരുന്നു. നോമ്പുകാരന് ശക്തി പകരാൻ അള്ളാഹു നൽകിയ ഒരു വിശിഷ്ടമായ ഭക്ഷണമാണ് ഇടയത്താഴം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഹദീസിലൂടെ ഇടയത്താഴം കഴിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇപ്പോൾ രാത്രി പകുതിക്ക് ശേഷമാണ് ഇടയത്താഴത്തിന്റെ സമയം ആരംഭിക്കുന്നത്. പകുതിക്ക് മുമ്പ് കഴിച്ച ഭക്ഷണത്തിന് ഇടയത്താഴം എന്ന പേര് അല്ലെങ്കിൽ അതിന്റെ കൂലി നമുക്ക് ലഭ്യമാവുകയില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇടയത്താഴം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മിസ്വാക്ക് ചെയ്യുക, ബ്രഷ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഇടയത്താഴത്തിന്റെ ഒരു സുന്നത്താണ്. കാരണം നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മുടെ പല്ലുകൾക്കിടയിലുണ്ട് എങ്കിൽ അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഇടയത്താഴം കഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യുക അല്ലെങ്കിൽ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് കൂടിയാണ്. അതുപോലെ നോമ്പിന്റെ രണ്ടാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത് നോമ്പ് തുറക്കാനുള്ള സമയമായി കഴിഞ്ഞാൽ വളരെ വേഗം നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. എന്ന് നമുക്കറിയാം, നമ്മുടെ പുരുഷന്മാർ